കത്തോലിക്ക സഭയുടെ വിശ്വാസമനുസരിച്ച്, നമ്മുടെ ക്രിസ്തീയ മൂല്യ പാരമ്പര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിനും അതിൻ്റെതായ മാഹാത്മ്യമുണ്ട് എന്ന് തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഡിസിപ്ലിൻ, ഡിസേൺമെന്റ്, പേഷ്യൻസ് എന്നാണ് ശരിക്കും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതായത് CCC, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച്, അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. മിസ്റ്റർ റോബിൻ, നമുക്കറിയാവുന്നതുപോലെ ഈ കാലഘട്ടത്തിൽ വളരെ കാണപ്പെടുന്ന ഒരു വസ്തുതയാണ്, പ്രത്യേകിച്ച് ദേവാലയങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ദേവാലയങ്ങളും അതുപോലെയുള്ള അനുബന്ധ പ്രാർത്ഥന സ്ഥലങ്ങളിലുമൊക്കെ ഇംപ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തി വരുന്നത്. അതിന്റെ കാരണം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് അത് കുറെ ഒരു ചരിത്രപരമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വരേണ്ട ഒരു ആവശ്യകത ഇന്നലെ നിൽക്കും. അപ്പം നമുക്ക് തന്നെ നോക്കാം, ബൈബിളിൽ ഡ്രസ്സ് ഉണ്ടായ അവസരം തന്നെ അവിടെ വന്നിട്ട് വേണമെങ്കിൽ എടുക്കാം. കാരണം ബൈബിളിൽ ഡ്രസ്സ് ഉണ്ടാകുന്നത് ആദവും ഹവ്വയും ഈ പഴം പറിച്ച് തിന്നുന്നു, ദൈവത്തിന്റെ കൽപ്പന ധിക്കരിച്ച് ഒരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്തപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ഞങ്ങൾ നഗ്നരാണ്. തെറ്റ് ചെയ്തപ്പോൾ അവർ തിരിച്ചറിയുന്ന നഗ്നരാണ്. അവർ തിരിച്ചറിഞ്ഞ ആ നഗ്നതയെ മറയ്ക്കാൻ ദൈവം അവർക്ക് ഒരു ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്നു. അവരാദ്യം ഒരു ഡ്രസ്സ് ഉണ്ടാക്കി, പിന്നെ ദൈവം അവർക്കൊരു ഡ്രസ്സ് ധരിപ്പിച്ച് വിടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് മുതലേ നമുക്കറിയാം, ഈ നമ്മൾ തിരിച്ചറിഞ്ഞ ഈ നഗ്നത, ആ നഗ്നതയെ മറയ്ക്കുന്നതിനായിട്ടാണ് നമ്മൾ ഡ്രസ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നഗ്നത കൃത്യമായി മറയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും ഉയരുന്ന ചോദ്യം. ഇപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കയറുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഡ്രസ് കോഡുണ്ട്. അവിടെ മുട്ട് കൃത്യമായിട്ട്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അത് നമ്മൾ പലപ്പോഴും ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചാണ് ഡ്രസ് കോഡ്. സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്, പുരുഷന്മാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ഡ്രസ്സ്. അപ്പം നമ്മൾ അങ്ങനെ ഡ്രസ് കോഡിനെ കുറിച്ച് പറയുമ്പം ഒരു സ്ത്രീത്വവാദികൾ ഉയർത്തെഴുന്നേൽക്കുകയും അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ഞങ്ങളുടെ സ്വന്തം ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങളുടെ അതിൻ്റെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഡ്രസ് കോഡ് നിർബന്ധമാണ്. പലയിടത്തും അല്ല, എല്ലായിടത്തും തന്നെ അത് അങ്ങനെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കയറുമ്പോൾ തീർച്ചയായിട്ടും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും മുട്ട് മറഞ്ഞിരിക്കുന്ന ഡ്രസ്സ് വേണമെന്നുണ്ട്, ഷോൾഡർ മറഞ്ഞിരിക്കുന്ന ഡ്രസ്സ് വേണമെന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ എല്ലാം കൃത്യമായിട്ട് മറയ്ക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് വേണമെന്നുണ്ട്. അതുപോലെ ഒഫൻസീവായിട്ടുള്ള, ഇപ്പോൾ ചർച്ച്, നമ്മുടെ വിശുദ്ധ കുർബാന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അവഹേളിക്കുന്ന രീതിയിലുള്ള ടാറ്റൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം മറച്ചിട്ട് കയറണം. അങ്ങനെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ, കൃത്യമായിട്ടും ദേവാലയങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ പണ്ടത്തെ ആ നഗ്നത, ദൈവം മറച്ച് വിട്ട ആ നഗ്നത, നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു തെറ്റ്, ദൈവത്തെ അനുസരിക്കാത്തതിലൂടെ നമ്മൾ നഗ്നരാണ് എന്ന് പറഞ്ഞത് നമ്മൾ തിരിച്ചറിഞ്ഞ ആ നഗ്നത, നമ്മുടെ നഗ്നത, നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ നമ്മുടെ നഗ്നത, അത് മറച്ചിട്ട് ദേവാലയങ്ങളിൽ ചെല്ലുക എന്നത്, കാരണം ദൈവത്തിന്റെ മുന്നിൽ ചെല്ലുക. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചിന്താഗതി, നമ്മുടെ പ്രത്യേകിച്ച് കുറേ ഫിലോസഫികൾ, തത്വശാസ്ത്രങ്ങൾ, അതുപോലെ തന്നെ പല ആശയങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ അടിച്ചു കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാണ് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാലും എന്ത്. പക്ഷേ വിശുദ്ധരെന്ന് പറയുന്നത് എന്താണ്? ഒരുവന് ദുഷ്പ്രേരണ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കഴുത്തിലൊരു തിരികൽ കെട്ടി നീ കടലിൽ മുങ്ങി താഴ്ന്നതാണ് എന്നാണ് ബൈബിളൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള ബൈബിൾ വാക്കൊക്കെ പറയുന്നത് ഒരു എക്സ്ട്രീം എന്നുള്ള യൂസേജ് ഉള്ളൊരു മെറ്റഫറിക്കൽ ആയിട്ടായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ എങ്കിലും ഒരു ദുഷ്പ്രേരണ കൊടുക്കാൻ പാടില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അതും നമ്മുടെ എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ക്ലാഷ് വരുന്നത്? അല്ല ജോൺ, എനിക്ക് തോന്നുന്ന ആ വാക്യം ഒരു മെറ്റഫറിനും അപ്പുറത്ത് റിയാലിറ്റിയാണ്. കാരണം ദൈവത്തിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണല്ലോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത്. പാപം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അത് നമ്മുടെ മരണമാണ്. ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതിലും ഭേദം നിന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി നീ കടലിൽ ചാടി ചാകുന്നതാണ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരിക്കലും ഉയർത്തുവരാത്ത രീതിയിൽ പിന്നെ നീ ഇല്ലാതാകുന്നതാണ്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, ഇന്നത്തെ കാലത്ത് ഓർത്തിരിക്കേണ്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണത്. അത് റിയാലിറ്റിയാണ്, വളരെ കൃത്യമായ റിയാലിറ്റിയാണ്. നീ ഒരു പ്രലോഭനം കൊടുക്കുമ്പോൾ നീ ദൈവത്തിൽ നിന്നൊരാളെ അകറ്റുകയാണ്. ആ ദൈവത്തിൽ നിന്നൊരാളെ അകറ്റുമ്പോൾ അവൻ്റെ ആത്മാവിനെ മരണത്തിലേക്ക് നീ തള്ളിവിടുകയാണ്. അവൻ്റെ ആത്മാവിനെ നീ മരണത്തിലേക്ക് തള്ളിവിടുന്നതിലും ഭേദം നീ സ്വയം ഇല്ലാതാകുന്നതാണ് എന്നുള്ള ആ ഒരു വാക്യത്തിന് വളരെ വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ശരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഇതിനെയെല്ലാം വ്യാഖ്യാനിക്കാനുള്ളത്. നമ്മൾ ശരിക്കും
ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, ഇപ്പോൾ ജോൺ പറഞ്ഞ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ബൈബിളിലെ മറ്റ് ചില വാക്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിലുള്ള 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അതിനുള്ള 2 വാക്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്. 1 കൊരിന്തോസ് 6-ാം അധ്യായം 15-ാം വാക്യം, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ആണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അത് നമ്മളോട് ഓരോരുത്തർക്കും ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് എന്ന് അറിഞ്ഞുകൂടെ. ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങൾ ആക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ പ്രലോഭനത്തിലേക്ക് ആക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരങ്ങളെ വസ്ത്രധാരണത്തിന് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ സ്വയം, നമ്മുടെ ക്രിസ്തുവിൻ്റെ അവയവമായ നമ്മുടെ ശരീരത്തെ സ്വയം എത്രയോ അവമതിക്കുന്നതിന് ഈ ബൈബിളിൽ ഉപയോഗിച്ചേക്കുന്ന വാക്ക് വേശ്യയുടെ അവയവങ്ങൾ ആക്കാം എന്നുള്ളൊരു ചോദ്യം, അത് വളരെ സീരിയസ് ആയിട്ട്. അത് വളരെ കൃത്യമായിട്ട് അതുപോലെ നമുക്ക് കാണാവുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് ദേവാലയങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഈ വലിയൊരു വ്യക്തിത്വത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളൊരു വിശിഷ്ടമായ ഒരു ചടങ്ങിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ ഒരിക്കലും ഈ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഈ ഇമ്മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ദേവാലയങ്ങൾ വരുമ്പോൾ കൂടുതൽ എക്സ്പോസ്ഡ് ആയ വസ്ത്രധാരണങ്ങൾ നടത്തുവാൻ പലരും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അതിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. പുരുഷന്മാരൊക്കെ ഈ ഷോർട്സ് ഒക്കെ ധരിച്ചുകൊണ്ട് വരുന്നു, സ്ത്രീകളാണെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എന്തൊക്കെയോ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഇത് പലപ്പോഴും പലർക്കും, പ്രത്യേകിച്ച് പുരുഷനായാലും സ്ത്രീ ആയാലും, അവരുടെ വിശ്വാസത്തിനെതിരുണ്ടാവുന്ന അല്ലെങ്കിൽ അവർക്ക് ആ ദേവാലയത്തിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. മാത്രമല്ല, ഏറ്റവും വലിയ വിശുദ്ധമായ സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം വരുന്നത്. എന്തുകൊണ്ടായാലും ഇങ്ങനെ ഒരു ട്രഡീഷൻ, ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു പാരമ്പര്യം വളർന്നു വരുവാൻ കാരണം, പക്ഷേ മാതാപിതാക്കൾ പോലും ഒരു പക്ഷേ വളരെ മൗനമായിട്ട് തന്നെ ഈ ഇമ്മോഡസ്റ്റി ഓഫ് വസ്ത്രധാരണ, ഇമ്മോഡസ്റ്റി ഓഫ് ഡ്രസ്സിങ്, അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മോഡസ്റ്റി ഓഫ് ഡ്രസ്സിന് ഒരു പ്രാധാന്യം കൊടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അത് എനിക്ക് തോന്നുന്നു 2 രീതിയിൽ പറയാം. പലപ്പോഴും ഇതിനെക്കുറിച്ച് സഭയിൽ കൃത്യമായിട്ട് വിശ്വാസികൾക്ക് ഉത്ബോധനം കൊടുക്കുമ്പോൾ അത് പറയുന്ന ഗുരുക്കന്മാർ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ അച്ഛന്മാർ ഇപ്പം ബർമുടയും ടീഷർട്ടും ഇട്ട് നിന്ന് കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൽ എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് അതിനൊരു മാന്യതയുണ്ട്, ഒരു രീതിയുണ്ട്. അത് ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം ഈ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം വ്ളാദിമിർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപിനെ കാണാൻ വേണ്ടി വൈറ്റ് ഹൗസ് ചെല്ലുമ്പോൾ അന്നാണ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയെ ഭയങ്കരമായിട്ട് അപമാനിച്ച് ഇറക്കി. അന്ന് ചോദിച്ച ഒരു പത്രപ്രവർത്തകനാണ് സെലൻസ്കിയോട് ചോദിച്ചത്, എന്താണ് നിങ്ങളൊരു പ്രസിഡന്റിനെ കാണാൻ വരുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട് പുള്ളിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നത്. കാരണം ഒരാളെ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ ചെല്ലുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വേണം, അങ്ങനെ ഒരു ആവശ്യം ഉയരുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ കാണാൻ ചെല്ലുമ്പോൾ, നിങ്ങൾ ഒരു ദേവാലയത്തിൽ ദൈവത്തെ കാണാൻ ചെല്ലുമ്പോൾ സാധാരണ നിങ്ങൾ ബീച്ചിൽ പോകുന്ന ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടോ അങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ ദേവാലയത്തിൽ ചെല്ലേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ദേവാലയത്തിൽ ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരാളെ ഇതുപോലെ കഴുത്തിൽ തിരികെട്ടി കെട്ട് ചാടുക എന്ന് പറയുന്നത്രയും തീവ്രമായിട്ടുള്ള ഒരു പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഡ്രസ്സും ധരിച്ചുകൊണ്ട് ദേവാലയത്തിനുള്ളിൽ ചെല്ലുന്നത് എത്രത്തോളം അഭികാമ്യമാണ് എന്നുള്ളത് കൂടി അതിലൂടെ ചിന്തിക്കേണ്ടതാണ്. ശരിയാണ്. ഇനി മറ്റൊരു രീതിയിൽ കൂടി നമുക്കിത് ചിന്തിക്കാം. അത് സഭയുടെ ഭാഗത്തു നിന്നുള്ള സഭ തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഡെപ്തുള്ള സംസ്കാരങ്ങളായിരുന്നു റോമാ സംസ്കാരവും അത് ഗ്രേഷ്യൻ സംസ്കാരം, ഗ്രീസിൻ്റെ സംസ്കാരം, ആഥൻസ് ആ ഭാഗങ്ങളിലൊക്കെ നിലനിന്നിരുന്ന സംസ്കാരങ്ങൾ, അതുപോലെ ഫിലോസഫികൾ എല്ലാം അന്നത്തെ എല്ലാ ഭൗതികമായിട്ട് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്നു നിന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ഡെപ്തുള്ള ഇത്രയും അധികം വിശാലമായ ഈ സംസ്കാരങ്ങൾ, ഭൗതികമായി വിശാലമായ സംസ്കാരങ്ങൾ, അതുപോലെ സാംസ്കാരികമായി എല്ലാ രീതിയിലും വിശാലമായ ഈ സംസ്കാരങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾ മാറി എന്നുള്ളതാണ്, മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്. അതേ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഈ 2000 വർഷത്തിന് ശേഷം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മോറൽ ഡീക്കെ അതിനെ മാറ്റാൻ നമുക്ക് കഴിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ എല്ലാ വിശ്വാസികളിലേക്കും ഉയരുന്ന ഒരു ചോദ്യമാണ്. കാരണം അന്ന് അത്രയും ഉയർന്നു നിന്ന ഒരു സംസ്കാരത്തെ മാറ്റാൻ, അവരുടെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ
നമ്മുടെ സുവിശേഷത്തിന് കഴിഞ്ഞു എങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സുവിശേഷത്തിന് എന്തുകൊണ്ടാണ് അത് കഴിയാതെ പോകുന്നത് എന്നുള്ളത് നമ്മളോടുള്ള ചോദ്യമാണ്. കാരണം നമ്മളിൽ പലരുടെയും സുവിശേഷങ്ങളുടെ പ്രഘോഷിക്കാനുള്ള ശക്തിക്ക് ഒരു ജീർണത ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഉള്ളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം കൂടെ നടത്താനുള്ള ഒരു അവസരമാണ് ഇത് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് CCC അതിൽ 25, 21, 22 പിന്നെ 19, 33 ഈ ഭാഗങ്ങൾ കൂടുതലായിട്ട് പരാമർശിക്കുന്നത്, കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് വസ്ത്രധാരണത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ച് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഭാഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് ഡിസ്ക്രിഷൻ എന്നുള്ളൊരു വാക്കാണ്, ഡിസേൺമെന്റ് എന്നുള്ള വാക്കാണ്, പിന്നെ ഉപയോഗിച്ചിരിക്കുന്നു ടെമ്പറൻസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, മോഡസ്റ്റി ഉപയോഗിച്ചിരിക്കുന്നു, ഡിസോർഡേർഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഡിസിപ്ലിൻ എന്നുള്ള വാക്ക്. ഈ വാക്കുകളെല്ലാം, ഈ പദങ്ങളെല്ലാം ഇംഗ്ലീഷ് വാക്കുകളാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഈ പദങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഡിസോർഡേർഡ് ഡിസയർ? പലപ്പോഴും ചില തിന്മകളെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഡിസോർഡേർഡ് ഡിസയർ എന്നാണ്. ലസ്റ്റ് എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്നത് ഡിസോർഡേർഡ് ഡിസയർ എന്ന വാക്കാണ് കത്തോലിക്ക മതബോധന ഗ്രന്ഥം ഉപയോഗിക്കുന്നത്. അതായത് വഴിതെറ്റി പോകുന്ന ആഗ്രഹങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു യൂസേജാണ് ഉപയോഗിക്കുന്നത് ഡിസോർഡേർഡ് ഡിസയേഴ്സ്. എന്തുകൊണ്ടായിരിക്കും കത്തോലിക്ക സഭ ഈ വാക്കുകൾ, പ്രത്യേകിച്ച് ഡിസോർഡേർഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം? പ്രത്യേകിച്ച് വസ്ത്രദാനം, ഇമ്മോഡസ്റ്റ് ആയിട്ട് വസ്ത്രദാനം, ഡിസോർഡേർഡ് ഡിസയർ. അതുപോലെ തന്നെ വേറെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഇമ്മോഡസ്റ്റി, വേറെ വായിച്ചിരിക്കുന്ന ടെമ്പറൻസ്, കുറച്ചും കൂടി ടെമ്പറൻസ് ഒരു പോസിറ്റീവ് വാക്കാണ്, മോഡസ്റ്റി എന്നുള്ള പോസിറ്റീവ് വാക്കാണ്. പിന്നെ അടുത്തൊരു ഡിസേൺമെന്റ്, വിവേചനം എന്നുള്ള വാക്കാണ്. അപ്പോൾ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടി നിർമ്മലമായ വസ്ത്രധാരണം നടത്തണമെന്ന് പൗലോസ് പ്രത്യേകിച്ച് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഇതൊരു കാലഘട്ടത്തിൽ പുരുഷന്മാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടിയും സ്ത്രീകളാണ് ഈ കാര്യത്തിൽ മുൻപന്തിയിലുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതില്ലേ. മാത്രമല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ശരീരം മറയ്ക്കാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ ശരീരം എക്സ്പോസ് ആവാനുള്ളൊരു കാലഘട്ടത്തിലേക്ക് അത് ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണോ അതോ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണോ സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈബിളിൽ ഈശോ പറഞ്ഞ മറ്റൊരു ഭാഗമാണ്, പുറമേ നിന്ന് വരുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരു തന്നെ അശുദ്ധനാക്കുന്നതെന്നാണ് പറയുന്നത്. പുറമേ നിന്നുള്ളതൊന്നും അശുദ്ധനാക്കുന്നില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ഈശോ പറയുന്നെങ്കിലും ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളാണ്, അല്ലെങ്കിൽ ഉള്ളിരിപ്പാണ് പുറമേ ഉള്ള നമ്മുടെ വസ്ത്രദാനത്തിന് കാരണം എന്നും നമുക്ക് ചിന്തിക്കേണ്ടതില്ലേ. തീർച്ചയായിട്ടും. എന്തിനാണ് നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത്? ഒരു വസ്ത്രം ധരിക്കുമ്പോൾ, നിങ്ങളൊരു വസ്ത്രം ധരിക്കുമ്പോൾ എന്താണ് ലക്ഷ്യമിടുന്നത്? ആ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് അത് വളരെ വലിയൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരാളെ വീഴിക്കാൻ വേണ്ടി ഡ്രസ്സ് ധരിക്കാം, നിങ്ങളുടെ സൗന്ദര്യം മറ്റൊരാളെ കാണിച്ച് നിങ്ങൾക്ക് അട്രാക്ഷൻ നേടാൻ വേണ്ടി ഡ്രസ്സ് ധരിക്കാം. പിന്നെ അതുമല്ലെങ്കിൽ നോക്കുക, ഈ ഡ്രസ് കോഡ് എന്ന് പറയുന്നത്, ഈ ഡ്രസ്സിൻ്റെ ധരിക്കുന്നതിൻ്റെ രീതികൾ എന്ന് പറയുന്നത് വളരെ ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ പല വിഭാഗങ്ങളും അത് ചൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കാൻ, ഈ ലോകത്തെ എല്ലാം ത്യജിച്ച് ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കാൻ, സ്പിരിച്വാലിറ്റിയിൽ മാത്രം മുഴുകാൻ ആഗ്രഹിക്കുന്ന അതെല്ലാ റിലീജിയനുകളിലും അവരുടെ എല്ലാം ഡ്രസ്സിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും പെട്ടെന്ന് സെക്സ്വലായിട്ട് അവരെ ആകർഷിക്കാത്ത രീതിയിലുള്ളൊരു പാറ്റേണാണ്. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ രണ്ട് ഡ്രസ്സിങ്ങുകളും തമ്മിൽ വളരെ, ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നതും അല്ലാത്തതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എക്സ്പോസ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പണ്ട് മുതലേ നമ്മളിപ്പോൾ എത്രയൊക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചാലും എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാകും ഓപ്പോസിറ്റ് സെക്സിന് തീർച്ചയായിട്ടും ഒരു അട്രാക്ഷൻ അവരോടുണ്ടാവും. അതൊരു പക്ഷേ എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നില്ല ആ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്സ്വലി കൂടുതൽ പെർവേർട്ടായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യും, അവരുടെ ഉള്ളിൽ കൂടുതൽ എഫക്റ്റ് ചെയ്യും. അതുമല്ലെങ്കിൽ സെക്സ്വലായിട്ട് അത്രയും അങ്ങ് പെർവേർട്ടല്ലാത്ത കുറെ കൂടി മോഡസ്റ്റി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അത് അത്രയും അട്രാക്റ്റ് ചെയ്യണമെന്നില്ല. കാരണം അയാളുടെ ചിന്തകളും അയാളുടെ രീതികളും അയാളുടെ സംസ്കാരവും അതുപോലെ അയാളുടെ സ്പിരിച്വാലിറ്റിയും എല്ലാം കൂടി ചേർന്ന് അതൊരു പക്ഷേ അയാൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ അത് തീർച്ചയായിട്ടും അല്ലാത്ത ആളുകളിൽ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് അത് ഏതെങ്കിലും തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതല്ല, അത് ജനിതകമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. അത് എത്രയൊക്കെ നമ്മൾ അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഡ്രസ്സ് ധരിച്ച് അത് നിങ്ങളെന്തിനാ നോക്കുന്നേ എന്നൊക്കെ ചോദിച്ചാൽ, അല്ല, അത് ഒരു പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയിൽ അത് എല്ലാ മൃഗങ്ങളിലും അങ്ങനെയാണ്. അത് മനുഷ്യന് മാത്രമല്ല, അത് മനുഷ്യപ്രകൃതി എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഈ മനുഷ്യർ തമ്മിലുള്ള രീതികൾ അത് മൃഗങ്ങളുമായിട്ട് നമ്മൾ പലപ്പോഴും ഓപ്പോസിറ്റ് സെക്സിനെ ആകർഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും
ഈ മൃഗങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള അത് കമ്പയർ ചെയ്യുന്നൊരു സാധനം നല്ല ഡെപ്തുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് നമ്മൾ മനുഷ്യന് മാത്രമല്ല ഈ സാധനമുള്ളത്. നമ്മൾ പറയും നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നു, എൻ്റെ ഇച്ചിരി എക്സ്പോസ്ഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ ഇതാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുമ്പോൾ പോലും ഇതേ സംഗതികൾ മൃഗങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. അവർക്കും ഈ ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ ഉണ്ട്. അതേപോലെ മനുഷ്യനും ഈ ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ ഉണ്ട്. അത് ഈ മൃഗീയ വാസന, ആ മൃഗീയ വാസന എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവ് അല്ല, പോസിറ്റീവായിട്ടും അത് ഉപയോഗിക്കാം. മൃഗീയ വാസന പോസിറ്റീവായിട്ടും. അപ്പോൾ ഈ നമ്മളിലുള്ള അടിസ്ഥാനപരമായ മൃഗീയ വാസനകൾ രണ്ട് സെക്സുകളെയും ആകർഷിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഡ്രസ്സ് ധരിച്ച് നടക്കുന്നു എന്നുള്ളത് പലപ്പോഴും ഓപ്പോസിറ്റ് സെക്സിനെ ആകർഷിക്കുന്നതിന് വളരെ വ്യക്തമായ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഡ്രസ്സിങ്ങുകൾ സ്വാതന്ത്ര്യത്തിനും അപ്പുറത്ത് മറ്റേ ആളെയും കൂടെ കൺസേൺ ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് നമ്മളെ മാത്രം കൺസേൺ ചെയ്തിട്ടല്ല ഈ സൊസൈറ്റി. കാരണം ജനിതകമായിട്ട് നമ്മളെ അങ്ങനെയല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് സെക്സിനും അത് കൺസേൺഡ് ആണ്. അപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അപ്പുറത്തെ സ്വാതന്ത്ര്യത്തെ കൂടി കണക്ട് ചെയ്താണ് എൻ്റെ സ്വാതന്ത്ര്യം ഈ എല്ലാ കാര്യത്തിലും നിലനിൽക്കുന്നത്. ഡ്രസ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുക. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യവാദികൾ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൽ ജനിതകമായും ഇപ്പം ശാസ്ത്രീയമായും അർത്ഥമില്ല എന്നുള്ളതാണ്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ മോശമായി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് പാപഹേതുവാകാം. അത് ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് ഈ ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് വരുന്നത് പലപ്പോഴും അവരുടെ മൊറാലിറ്റിയും എല്ലാവർക്കും അത്രയും കൂടിയ മൊറാലിറ്റിയും മോറൽ രീതിയും അതും അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ പോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ മാറിപ്പോകാനുള്ള എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ല. കാരണം ആ അട്രാക്ഷൻ അവന് സ്വന്തം ഇണയെ കണ്ടെത്താനുള്ള ഒരു അട്രാക്ഷൻ്റെ ഭാവമാണ്. ഇപ്പോൾ കാത്തലിക് ചർച്ച് തന്നെ പറയുന്നത് ഈ ആകർഷണം എന്ന് പറയുന്നത് വിവാഹത്തിൽ എത്തേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ആകർഷണം. ഇതേ ആകർഷണമാണ്, ഈ ആകർഷണം അവന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആകർഷണം പലപ്പോഴും വിവാഹത്തിൽ എത്താറില്ല എന്നുള്ളതാണ് അത് പിന്നീട് വരുമ്പോൾ. ഇപ്പോൾ ഈ യൂറോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയും. യൂറോപ്പിന്റെ ഈ മോറൽ ഡീഗ്രഡേഷന്റെ ഒരു കാരണം, ഈ മോറൽ അധപ്പതനത്തിന്റെ, ഈ ധാർമ്മിക അധപ്പതനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഡ്രസ്സിൽ നിന്നാണ് തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ ഡ്രസ്സിങ്ങിന്റെ പലപ്പോഴും പണ്ട് മുതലേ കത്തോലിക്ക സഭ ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ മസിൽ പിടിക്കുന്നതാണ്. പിന്നീട് വന്നപ്പോഴേക്കും കത്തോലിക്ക സഭയെ കളിയാക്കപ്പെടാൻ തുടങ്ങി. അതാണ് ഏറ്റവും ആളുകൾ എടുത്തു പറയുന്നത്. ഭയങ്കരമായിട്ട് സ്ത്രീകളുടെ ഡ്രസ്സിൻ്റെ അവിടെ നോക്കുന്നത് സെൻറ്റിമീറ്റർ ചുരുങ്ങിയോ, സെൻറ്റിമീറ്റർ അവിടെ കുറവാണോ ഇവിടെ കുറവാണോ എന്ന് നോക്കുന്നു എന്ന് പറയുന്നതാണ്. പക്ഷേ യൂറോപ്പിൻ്റെ ധാർമ്മിക അധപ്പതനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ ഡ്രസ്സിങ്ങിലെ ഈ രീതി തന്നെയാണ് എന്നാണ് പറഞ്ഞു വെക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വശം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശരിയാണ്. ബൈബിളിലെ ഒരു സംഭവമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരിക്കലാണ് ഈ ഭയങ്കര ഘോര യുദ്ധം നടക്കുന്ന സമയത്ത് ദാവീദ് രാജാവ് മട്ടുപാവിൽ ഉലത്തുകയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ബത്ശബ കുളിക്കുന്നത് അദ്ദേഹം കണ്ടു. അത് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഈ ബത്ശബയോട് ഭയങ്കര ഒരു ഈ പ്രേമം തോന്നുകയും പിന്നീട് അതിനുള്ള ഒരു ഭയങ്കര ബഹുലമായൊരു സംഭവമായിട്ട് മാറി. പിന്നീടാണ് അത് ഭയങ്കര ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ആളുടെ ഏകദേശം 10 ഭാര്യമാർ ഉൾപ്പെടെ ആൾക്കാർ ഇങ്ങനെ നഷ്ടപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് തൻ്റെ മകൻ പാപം ചെയ്യുന്നു, ഈ മകൻ നഷ്ടപ്പെടുന്നു. പിന്നീട് ആ ഒരു കാലഘട്ടം പിന്നെ ദാവീദിന്റെ വംശപരമ്പര മൊത്തം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാണുന്നത്. സോളമൻ രാജാവ് 1000 ചില ഭാര്യമാരും ഉപനാരിമാരൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഈ വിഗ്രഹാരാധനയ്ക്ക് പോകുന്നു, അദ്ദേഹം പാപം ചെയ്യുന്നു. പിന്നീട് ഇസ്രായേൽ രണ്ടായിട്ട് പിളരുന്നു, തകർന്ന് തരിപ്പണമായി പോവുകയാണ് ചെയ്യണേ. അപ്പോൾ ഈ 6-ാം പ്രമാണത്തിന്റെ പാവം വരുന്നതോടുകൂടി 1-ാം പ്രമാണം വരുന്നു. അതിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായിട്ട് ഈ വസ്ത്രധാരണം മാറുന്നില്ല എന്ന് സംശയിക്കേണ്ടിയില്ലേ? അല്ല ജോൺ, ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ബൈബിളിലെ ഒറ്റ വചനം കൊണ്ട് നമുക്കിതിനെ പറഞ്ഞ് അതിൻ്റെ ഉള്ളിലുണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. അതിൻ്റെ ഉള്ളിൽ പറയുന്നത് എങ്ങനെയാണ്? വികാരങ്ങൾക്ക് അടിപ്പെടരുത്, അത് കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും, നിന്റെ ഇലകളെ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും, നീ ഒരു ഉണക്കമരമായി തീരും. കാമത്തിന് അടിപ്പെടുന്ന ആളുകളുടെ ജീവിതങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അത് എവിടെയെങ്കിലും ചെന്ന് ഈ പറയുന്ന ഒരു രീതിയിലേക്ക് നീ ഒരു ഉണക്കമരമായി തീരും. എന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി എനിക്കത് പറയണമെന്ന് തോന്നുക. എന്ന് വെച്ചാൽ വികാരങ്ങൾക്ക് അടിപ്പെടരുത്, അത് കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും, നിന്റെ ഇലകളെ ഭക്ഷിക്കുകയും ഫലങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും, നീ ഒരു ഉണക്കമരമായി തീരും. പല ജീവിതങ്ങളിലും നമുക്കിത് കണ്ടുവയ്ക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഒരു ജൂയിഷ് പണക്കാരനായ ഒരു ജൂതന്മാർ ഈ ബിസിനസ് കോൺട്രാക്റ്റുകൾ ഇടപെടൽ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു കാര്യം, സ്ത്രീകളുടെ പുറകെ പോകുന്ന ആളുകളുമായിട്ട് ഒരിക്കലും ഞങ്ങൾ ബിസിനസ് ചെയ്യില്ല എന്ന് പറയും. കാരണം അവന് സ്വയം കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല. 2,
അവൻ്റെ സീക്രട്ടുകൾ, അവൻ്റെ കയ്യിലുള്ള സീക്രട്ടുകൾ എപ്പോഴും ചോരാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ ഹണി ട്രാപ്പൊക്കെ നമുക്ക് അതിൻ്റെ നമ്മൾ സൈനിക രഹസ്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടിയുള്ള ഹണി ട്രാപ്പൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ഒരിക്കലും ബിസിനസ് നടത്തുകയില്ല എന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫാക്ടറുകൾ, നമ്മൾ വെറുതെ ഈ സെക്സ്വാലിറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ വിടുന്നതിനും അപ്പുറത്ത് ഇതിനൊരുപാട് ഫാക്ടറുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ മറ്റൊരു വശം കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ മോഡസ്റ്റി എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മുടെ വിശുദ്ധരായിട്ടുള്ള ആളുകൾ, തോമസ് അക്വിനാസ്, സെൻറ്റ് അൽഫോൺസ് ലിഗോരി അടക്കമുള്ള, ജോൺ പോൾ സെക്കൻഡ് അടക്കമുള്ള, അതുപോലെ ഫ്രാൻസിസ് ഡി സാലസ്, അങ്ങനെ ഒരുപാട് വിശുദ്ധർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വശമുണ്ട്. അതിനെ ഒരു ബൈബിളിലെ ഒരു സംഭവം വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ പറഞ്ഞ് തുടങ്ങാം. കാരണം ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ, ജസ്സയുടെ, ദാവീദ് രാജാവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ജസ്സയുടെ മക്കളെ ഓരോരുത്തരെയും കാണുമ്പോൾ സാമൂൽ പ്രവാചകന് തോന്നും ഇവനായിരിക്കാം. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, അവൻ്റെ അപ്പിയറൻസ് കണ്ട് ഒരിക്കലും വിലയിരുത്തരുത് എന്ന് പറയുന്നുണ്ട്. അവസാനം ഒഴിവാക്കി നിർത്തിയ ദാവീദ് രാജാവാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനായി മാറുന്നത് എന്നുള്ളത്. ഇത് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് നമ്മൾ അത് തന്നെയാണ് ഈ വിശുദ്ധരടക്കം പറഞ്ഞു വെക്കുന്ന മോഡസ്റ്റിയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ ഉള്ളുകളാണ് കാണുന്നത്, നമ്മുടെ ഉള്ളു കണ്ട് വിലയിരുത്തുന്നവനാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ കൃത്യമായിട്ടും നമ്മുടെ ഉള്ള്, ആ ഒരു മോഡസ്റ്റി, നമ്മൾ പലപ്പോഴും പുറത്തെ മോഡസ്റ്റിയെക്കുറിച്ച് സംസാരിക്കലുണ്ട്, ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ നേരെയാവണം, അങ്ങനെ പുറത്തെ ഒരു ഔട്ടർ അപ്പിയറൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഇന്നർ അപ്പിയറൻസിൽ കൂടി ഇത് ബാധകമാണ് എന്നുള്ളതാണ്. നമ്മൾ ഭൗതികത്തിനും അപ്പുറത്ത് ഈ ആത്മീയതയിൽ കൂടി ഈ ഒരു കാര്യം ബാധകമാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആത്മീയത ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായ കാര്യമാണ്. അത് കത്തോലിക്ക സഭയുടെ മിക്ക മതങ്ങളിലും ആത്മീയതയുണ്ട്. ആത്മീയത അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ്, അതിൻ്റെ കോറാണ്. ദൈവം എന്ന പരമസത്യത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസനത്തിൻ്റെ മറ്റൊരു വാക്കാണ് ആത്മീയത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. മിക്ക മതങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തീയതയുടെ ആത്മീയത അനുസരിച്ച് തീർച്ചയായിട്ടും ആ ആത്മീയ യേശുവിലുള്ള വിശ്വാസം അനുസരിച്ച് ആത്മീയമായിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി വളരെ ശരീരം മറയ്ക്കുന്ന, എല്ലാവിധ രീതിയിലും മറയ്ക്കുന്ന വസ്ത്രധാരണം നടത്തുന്നത് ഉചിതമാണ് എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഈ പാരമ്പര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പാരമ്പര്യത്തിലൂടെ നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. നമുക്കെന്ന് വെച്ചാൽ ഈ ഒരു തലമുറയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല. പലതരം മുടന്തൻ ന്യായങ്ങളും വെച്ചിട്ടാണ് ഈ പറയുന്ന ബൈബിളിലുള്ള വിജ്ഞാപനങ്ങളെയും അതുപോലെയുള്ള വിശുദ്ധന്മാർ പറഞ്ഞതും തിരുസഭയുടെ പഠനങ്ങൾക്കനുസരിച്ച് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇന്നത്തെ ഒരു യുവതലമുറ, യുവാക്കന്മാർ, നമ്മുടെ സഹോദരന്മാരൊക്കെ വഴിതെറ്റി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ യൂറോപ്പിനുണ്ടായ ഒരു ധാർമ്മിക അപചയം ഇന്നത്തെ കാലഘട്ടത്തിലും കേരളത്തിലും അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദേവാലയത്തിനും ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിലും സാധിക്കുന്ന രീതിയിൽ ക്രിസ്തീയ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രധാരണം നടത്തണമെന്ന് നമ്മുടെ യുവാക്കന്മാരോട് തീർച്ചയായിട്ടും ഈ ഒരു ചെറിയൊരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്.